ടി എസ് ശ്യാംകുമാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ ടി.എസ്. ശ്യാംകുമാർ, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് എന്ത് കള്ളവും പടച്ചുവിടുന്ന, ചരിത്രത്തെ വക്രീകരിച്ചു കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഇടത് ജിഹാദി കൂട്ടായ്മയുടെ വക്താവ്. അയാൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തിൽ പച്ചക്കള്ളം പടച്ചുവിടാൻ യാതൊരു മടിയും ഇയാൾ കാണിക്കുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരു സ്വകാര്യ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അയാൾ അംബേദ്കറിനെ കുറിച്ച് വളരെ വാചാലനാകുന്നുണ്ട്. അംബേദ്കർ പറയുന്നത് മുഴുവൻ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹിന്ദുക്കൾക്കെതിരെ മാത്രമേ അംബേദ്കർ സംസാരിച്ചിട്ടുള്ളൂ. കാരണം യാഥാസ്ഥിതികമായിട്ടൊരു സമൂഹമാണ്, ബ്രാഹ്മണിക് സമൂഹമാണ് ഹിന്ദുത്വം, ഹിന്ദു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ശ്രീജിത്ത് പണിക്കരുമായിട്ട് ഇദ്ദേഹം ഒരു സംവാദത്തിൽ ഏർപ്പെടുകയുണ്ടായി. മലയാള മനോരമയുടെ ഹോർത്തൂസ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഇദ്ദേഹത്തിനുണ്ടായ കനത്ത പരാജയമാണ് ഇவ்விധം അംബേദ്കറിനെ കുറിച്ച് വീണ്ടും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുവാൻ ഇയാൾ തയ്യാറാകുന്നത്. എൻ്റെ ഒരു ജാള്യത മറക്കണ്ടേ. അത്തരമൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഇനി കുറച്ച് അംബേദ്കറിനെ കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അംബേദ്കർ പറഞ്ഞ കുറച്ച് വാചകങ്ങൾ കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. Where there is the rule of Islam, there is his own country. In other words, Islam can never allow a true Muslim to adopt India as his motherland and regard a Hindu as kin and kin. ഇന്ത്യയെ അവരുടെ ഒരു മാതൃരാജ്യമായിട്ടോ ഒരു ഹിന്ദുക്കളെ അവരുടെ സഹോദരന്മാരായിട്ടോ കണക്കാക്കുവാൻ തയ്യാറല്ല. എവിടെയൊക്കെ ഇസ്ലാമിക നിയമം നിലനിൽക്കുന്നു അവിടെയൊക്കെയും ഈ രീതിയിലാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതായത് എവിടെയൊക്കെ ഒരു ഇസ്ലാമിക നിയമമുണ്ടോ അവിടെയൊന്നും തൻ്റെ സഹോദരന്മാരായിട്ട് അന്യമതസ്ഥരെ കാണാൻ അവർ തയ്യാറാവില്ല. പ്രത്യേകിച്ച് ഇന്ത്യയെ അവരുടെ ഒരു മാതൃരാജ്യമായിട്ടല്ല കാണുന്നത് എന്നുള്ളതാണ് അംബേദ്കറിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു അകംപൊരുൾ. ഇനി അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. എമംഗ് ദ ടെനറ്റ്സ് on that calls for the notice is that the tenet of Islam which says that in a country which is not under the Muslim rule, where there is a conflict between Muslim law and the law of the land, the former must prevail over the later. എവിടെയാണോ ഇസ്ലാമിക രാജ്യമല്ലാത്ത, ഇസ്ലാമിക നിയമം ഇല്ലാത്തത്, അവിടെ മുസ്ലിങ്ങളുടെ നിയമവും ആ നാട്ടിലെ നിയമവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ മുസ്ലിം നിയമങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് അവർ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. മുസ്ലിം വിൽ ബി ജസ്റ്റിഫൈഡ് ഇൻ ഒബെയിങ് ദ മുസ്ലിം ലോ ആൻഡ് ഡിഫൈങ് ദ ലോ ഓഫ് ദ ലാൻഡ്. അതത് രാജ്യത്തെ നിയമങ്ങൾക്ക് മുകളിലേക്ക് തങ്ങളുടെ മത നിയമങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് സംസാരിക്കുകയും ചെയ്യും. The burqa, the clad woman walking in the street is one of the most hideous sights one can witness in India. ഏറ്റവും മലീമസമായിട്ടുള്ള വൃത്തികെട്ട കാഴ്ചകളിൽ ഒന്നാണ് ഇന്ത്യയുടെ തെരുവോരങ്ങളിലൂടെ ബുർഖയും ധരിച്ചു കൊണ്ടുപോകുന്ന ഇസ്ലാം സ്ത്രീകൾ. ഇങ്ങനെ അംബേദ്കർ പറയുന്ന വാചകങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം സംസാരിക്കുന്നത് അത് ഇന്ത്യൻ ഇസ്ലാം എന്നത് ഹിന്ദു യാഥാസ്ഥിതികതയ്ക്കകത്ത് ജീവിക്കുന്നത് കൊണ്ടും ബ്രാഹ്മണിസത്തിനകത്ത് ജീവിക്കുന്നത് കൊണ്ടും അവരെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇത്തരം യാഥാസ്ഥിതികവാദികൾ വിഴുങ്ങുന്ന ഒരു ഘട്ടമെത്തുകയും അവരുടെ നിയമങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ഘട്ടമെത്തുമെന്ന് അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ അവർ ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ പിടിക്കുന്നത് എന്നാണ് ടി.എസ്. ശ്യാംകുമാറിൻ്റെ വാദം. പക്ഷേ ഈ വാദങ്ങൾ ഒരു സാമാന്യ യുക്തിയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ അദ്ദേഹം സൗദി അറേബ്യയിലോട്ടോ ഇത്തരത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ അവിടെയൊക്കെയും ബുർഖയുണ്ട്. അവിടെയൊക്കെയും ഈ രീതിയിൽ തന്നെയാണ് നിയമങ്ങൾ നടപ്പിലാക്കി പോകുന്നത്. ഈ രീതിയിൽ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയും ഇസ്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് എല്ലാ ഇസ്ലാമും അല്ല, അതിതീവ്രമായി മതത്തെ പിന്തുടരുന്ന, അതിഭീകരമായ രീതിയിൽ മതത്തെ പിന്തുടരുന്ന ഇസ്ലാമുകളെല്ലാം ഈ ഒരു രീതിയിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഇത്തരമൊരു മത നിയമങ്ങൾ അവരുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന, അവർക്ക് ഇത്തരം മത നിയമങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണോ
അംബേദ്കർ ഹിന്ദുവിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളെ വിമർശിച്ചത് അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു. അദ്ദേഹം അതിനെതിരെ വിമർശനവും നടത്തിയിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ഒരു ടെൻഡറിൻ്റെ ഭാഗമായിട്ട് അത്തരമൊരു രീതിയിൽ മാത്രമേ TS ശ്യാംകുമാറിന് പറയുവാൻ കഴിയുള്ളൂ. TS ശ്യാംകുമാറിന് മാത്രമല്ല, ഈ ഗണത്തിൽപ്പെട്ട സണ്ണി കാപ്പിക്കാടനായാലും ഇത്തരത്തിലുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ ഈ രീതിയിൽ മാത്രമേ പ്രതികരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു സമുദായത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് അവർ ഈ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന TS ശ്യാംകുമാർ ആയാലും. ഇനി ഇദ്ദേഹം പറഞ്ഞ കള്ളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അംബേദ്കർ മുൻ സൂചിപ്പിച്ചതുപോലെ അംബേദ്കർ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതായത് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടണമെന്നും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിച്ചിട്ടുള്ള ആളാണ് അംബേദ്കർ. എന്നിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഒന്നാം വട്ടമേശ സമ്മേളനത്തിലെ കാര്യമാണ്. പക്ഷെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയത് എന്തെന്നാൽ അവിടെ ഇസ്ലാമിക ന്യൂനപക്ഷത്തെക്കുറിച്ചല്ല അംബേദ്കർ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ ഹിന്ദു ധർമ്മത്തിനകത്തുള്ള ദളിതിനെ കുറിച്ചാണ്. അവർക്ക് പ്രത്യേക അധികാര അവകാശങ്ങൾ ലഭ്യമാകുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി അദ്ദേഹം സംസാരിക്കുന്ന മറ്റൊരു കാര്യം സെപ്പറേറ്റ് ഇലക്ട്രോലൈറ്റിനെ കുറിച്ചാണ്. അതായത് മറ്റൊരു രീതിയിൽ, അതായത് പ്രതിനിധികളായിട്ട് ഓരോ സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അതായത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നതിനെക്കുറിച്ചാണ് നിയമനിർമ്മാണ സഭയിലേക്ക് അത്തരം പ്രതിനിധികൾ എത്തുന്നത്. ഉദാഹരണത്തിന് ഇസ്ലാം മതത്തിൻ്റെ പ്രതിനിധികൾ എത്തേണ്ടത് ഇസ്ലാം മതത്തിലെ അനുയായികൾ വോട്ട് ചെയ്തിട്ടാണ്. അതോടൊപ്പം തന്നെ ഇതേ രീതിയിലുള്ള സെപ്പറേറ്റ് ഇലക്ട്രോലൈറ്റ് ദളിതിലേക്കും വ്യാപിപ്പിക്കണം. സമുദായത്തിലെ പ്രതിനിധികൾ തന്നെ സമുദായത്തിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥ ദളിത് ഭാഗത്തിനകത്തേക്കും കടന്നു വരണം. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന് 1930 ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അംബേദ്കർ ആവശ്യപ്പെടുകയുണ്ടായി. ഇത് തികച്ചും ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത്, ദളിതർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത്തരം ഒരു സെപ്പറേറ്റ് ഇലക്ട്രോലൈറ്റ് ആദ്യമായി കൊണ്ടുവരുന്നത് 1909 മോർലി മിൻറ്റോ റിഫോമിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അതിനുശേഷം 1930 ഇത് ദളിതന്മാർക്കിടയിലേക്കും വ്യാപിക്കണമെന്ന് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്. ഇനി ലോർഡ് ഇർവിനുമായിട്ട് ബന്ധപ്പെടുത്തി ഇനി അടുത്ത രണ്ടാം വട്ടമേശ സമ്മേളനവും അതിനുശേഷം നടക്കുന്ന കുറേയധികം സംഭവ വികാസങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്തേക്ക് പിന്നീട് ഇടപെടുന്നുണ്ട്. പൂന പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് ഈ സെപ്പറേറ്റ് ഇലക്ട്രോലൈറ്റ് ദളിത് വിഭാഗത്തിനകത്തേക്ക് വരുന്നില്ല. ഗാന്ധി ഇതിനെ എതിർക്കുന്നതുകൊണ്ട് തന്നെ. കാരണം ഗാന്ധിക്ക് ഗാന്ധിയുടേതായ ഒരു ന്യായമുണ്ട്. കാരണം സെപ്പറേറ്റ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് പ്രതിനിധികളെ അതാത് സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ മുഴുവൻ ആൾക്കാരും ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ അവിടെ ദളിതർക്ക് വേണ്ടിയിട്ടുള്ള മികച്ച കാര്യങ്ങൾ മുന്നേക്ക് വരുള്ളൂ എന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാനും അവരെ ഒരു പങ്കാളിത്തം രാജ്യത്തിൻ്റെ നിയമനിർമ്മാണത്തിനകത്തേക്ക് കൊണ്ടുവരുവാനൊക്കെ സാധിക്കുകയുള്ളൂ എന്ന ഗാന്ധിയുടെ ഒരു വാദഗതിയുണ്ട്. ആ വാദഗതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇത്തരം ഒരു സെപ്പറേറ്റ് ഇലക്ട്രോലൈറ്റ് ദളിത് വിഭാഗത്തിനകത്തേക്ക് വന്നില്ല. ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ദളിത് വിഭാഗത്തിൻ്റെ സംവരണത്തിന് വേണ്ടിയിട്ടാണ്, ആ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് 1930 ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അംബേദ്കർ സംസാരിക്കുന്നത്. പക്ഷേ ഇത് അംബേദ്കർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഇസ്ലാമിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഇസ്ലാമിനും കൂടെ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് TS ശ്യാംകുമാർ പറയുന്നത്. അല്ലയോ ശ്യാംകുമാറെ, അന്ന് അദ്ദേഹം ഇങ്ങനെയൊന്നും അല്ല സംസാരിച്ചതെന്നുള്ള ചരിത്ര വസ്തുത, ഒരു മിനിമം ചരിത്ര വസ്തുതകളെങ്കിലും അങ്ങ് പഠിച്ചു വച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നിരിക്കുവാനായിട്ടും. ഇനി ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ പോലും മറ്റാരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടാൽ, അതായത് സംവാദങ്ങൾ നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഈ മുനകളെല്ലാം ഒടിഞ്ഞു പോകും. കാരണം കാലങ്ങൾ കൊണ്ട് ഇത്തരം സംവാദങ്ങളിലേക്ക് എത്തിപ്പെടാതെ TS ശ്യാംകുമാർ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പക്ഷേ അബദ്ധവശാൽ മലയാള മനോരമയുടെ ഹോർത്തൂസ് പരിപാടിക്കിടയിൽ ശ്രീജിത്ത് പണിക്കറിനെയാണ് അദ്ദേഹത്തിന് നേരെ എതിരാളിയായി കിട്ടിയത്. അതുകൊണ്ടാണ് അത്തരത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞു, ഈ വാദഗതികളെല്ലാം പൊളിഞ്ഞു പോയതും. അപ്പം ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഘോരം സംസാരിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം ചരിത്രമെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ്.
ഇനി ഇസ്ലാമിന് എതിരെ വളരെ കൃത്യമായ വിമർശനങ്ങളാണ് പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അംബേദ്കർ പറയുന്നത്. പക്ഷേ അതിൻ്റെ കുറ്റമെല്ലാം ഈ നാട്ടിലെ ബ്രാഹ്മണിസത്തിന്, ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് എതിരായിട്ട് തിരിക്കുവാനാണ് ടി.എസ്. ശ്യാംകുമാർ പ്രവർത്തിക്കുന്നത്. അതായത് ഇസ്ലാമിനകത്തേക്ക് ബുർഖ വരുന്നത് ഹിന്ദുക്കളുടെ നവോത്ഥാന മൂല്യങ്ങളുടെ വിമുഖത കൊണ്ട് മാത്രമാണ്. എന്താ അല്ലേ, ഹിന്ദു നന്നാവാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം ഇസ്ലാമിനും നന്നാവാൻ പറ്റിയില്ല. എന്തൊരു മഹത്തായ ഒരു ന്യായീകരണം എന്ന് ആലോചിക്കണം. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനൊപ്പം ഇപ്പം നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. മാധ്യമപ്രവർത്തകനായി അംജോദ് സനാതന മൂല്യങ്ങൾ വിഷമാണ്, വിഷലിപ്തമാണ് എന്ന വാദഗതിയുമായി ഉന്നയിച്ചുകൊണ്ട് കടന്നു വരികയുണ്ടായി. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇടത് ജിഹാദി മാധ്യമ കൂട്ടായ്മയുടെയൊക്കെ ഭാഗമായിട്ടാണ് കണക്കാക്കേണ്ടി വരുന്നത്. സത്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളൊന്നും അല്ല ഇതിന്. ഹിന്ദുവിന് നേരെ ഉള്ള ആരോപണം, ഹിന്ദുവിന് നേരെ ആരോപണം നടത്തിയിട്ട് ആ ആരോപണം ഞങ്ങൾ യഥാർത്ഥത്തിൽ നടത്തുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരാണ്, BJPക്കെതിരാണ്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം അവർ ഉന്നയിക്കുന്നത് ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് എതിരായിട്ടുള്ളതാണ് എന്നുള്ളതാണ് വസ്തുത. അതിൽ തെളിയിക്കാൻ പറ്റുന്ന ഒരു വസ്തുതകളുമില്ലെങ്കിലും, അതായത് തങ്ങളുടെ വാദഗതികളെല്ലാം തെറ്റാണെങ്കിലും ഈ വാദഗതികൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ഈ ചരിത്ര വസ്തുതകളൊന്നും അറിയാത്ത മനുഷ്യർ ഇതിനകത്ത് പെട്ടുപോവുകയും ചെയ്യും, ഈയാമ്പാറ്റകളെ പോലെ. ശ്യാംലാൽ മാത്രമല്ല, മുൻ സൂചിപ്പിച്ചതുപോലെ അംജോദ് ആയാലും സണ്ണി എസ് കാപ്പിക്കാടായാലും ഇത്തരം നവോത്ഥാന നായകരെല്ലാം, അഭിനവ നവോത്ഥാന നായകരെല്ലാം ശ്രമിക്കുന്നത് അത്തരമൊരു വ്യാജ സ്വർഗം പണി തീർക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ വിധത്തിൽ ജിഹാദികളെ മഹത്വവത്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ട ഇവരെല്ലാവരും തന്നെ പണമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ പിന്നിലെ കാരണവും പണം തന്നെയാണ്. ഈ രാഷ്ട്രത്തിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ നിരന്തരം പോരാടുക, ഭീകരവാദം ഉയർത്തുന്ന കാര്യങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാതെ അവർക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കുക, ഇങ്ങനെ പല രീതിയിലാണ് ഇവർ ഈ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട്, തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് വിടുപണികൾ ചെയ്യുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ രാജ്യവിരുദ്ധമായ നിലപാടാണ് എന്നവർ ഓർക്കുന്നതേയില്ല. കാരണം ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഇത്തരം വാദഗതികൾ വലിയ ഭീഷണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന വസ്തുത ഇനിയെങ്കിലും അവർ തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.